എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നേ? ശോഭ ചേച്ചി ആദ്യം കുറെ ടീമിനെ ഇറക്കിയിട്ട് കായ് ഇറക്കി വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നു. അത് കഴിഞ്ഞ് ചേച്ചിക്കെതിരെ ഏതോ ഒരു BJP പ്രവർത്തക എന്തോ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അവരെ കേറി അങ്ങ് മാന്തുന്ന്. കേൾക്കാത്തവരൊന്ന് മുഴുവൻ കേൾക്കുക. ഇതാ കേട്ടോളെ. ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടിനേക്കാളും SDPയെക്കാളും ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടി എത്രയും വലിയ ഗുണ്ടകളെക്കാളും പിന്നെ നീയലടി ആലപ്പുഴയില് ഈ പണം കൊടുക്കാനുള്ള പെണ്ണിനെ ഇറക്കിയത്. ഞാൻ അറിയണ പെണ്ണാണോ അത്? ഏത് പണം കൊടുക്കാനുള്ള? ഇപ്പൊ ഈ കേസ് മുഴുവൻ ഉണ്ടാക്കിയത് നീ ഒറ്റ ഒരുത്തിയാ. കാരണം നീയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്, നീയാണ് അവളെ ഇവിടെ വിട്ടിട്ടുള്ളത്. എവിടെ വിട്ടിട്ടുള്ളത്? ആലപ്പുഴയിൽ നിന്നുള്ള കാറിലല്ലടി അവള് വന്നത്. എവിടെ? എന്റെ ശോഭ, നിന്നെ ഞാൻ കോടതി കേട്ടിട്ടില്ലെങ്കിൽ ഈ ആവശ്യമില്ലാത്ത കാര്യം ഒന്നും പറയണ്ട ശോഭ. ഈ ശോഭ എന്നെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ശോഭ എന്നെ വിളിച്ച് ഇത്ര കോപത്തോടു കൂടി ചോദിക്കുന്നത് എന്തുകൊണ്ടാ? ശോഭയ്ക്ക് സങ്കടവും ദേഷ്യവും വന്നതുകൊണ്ടാ. അല്ല, നിങ്ങൾ എന്തോ ഫേസ്ബുക്കിൽ നിങ്ങൾ BJP കാര്യല്ലേ? അതെ, ഞാൻ BJPയുടെ ആലപ്പുഴ നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അതെ, നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രനെ കുറിച്ച് പരസ്യമായിട്ട് പോസ്റ്റ് ഇടേണ്ട കാര്യം? ശോഭാ സുരേന്ദ്രനാണ് ഈ പൂന്തുറ ശ്രീകുമാർ മുഖാന്തരം നല്ല വൃത്തിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ പുറത്തോട്ട് വരാത്ത രീതിയിൽ ഒതുക്കിയത്. ഈ പൂന്തുറ ശ്രീകുമാർ എനിക്ക് എന്താ ബന്ധമുള്ളതായിട്ട്? പൂന്തുറ ശ്രീകുമാറുമായിട്ട് അവിടെ ആലപ്പുഴയില് അല്ല തിരുവനന്തപുരത്ത് സത്യാഗ്രഹം ഇരിക്കുന്ന ഇതേപോലെ തന്നെ മുന്നേ എന്താണ് ഞാൻ ജനസേവനത്തിന് ഇറങ്ങിയതല്ലാന്നോ, കിട്ടിയ കോടിയിൽ നിന്നൊരു 25 ലക്ഷം എഗ്ഗുടി തന്നോളൂ എന്നൊക്കെ പറഞ്ഞൊരു ശബ്ദ സന്ദേശം നമ്മൾ മുന്നേ കേട്ടിട്ടുണ്ടായിരുന്നില്ലേ? അത് കഴിഞ്ഞപ്പോൾ അടുത്തതാണ് കേട്ടോ ഇത്. എന്തായാലും സ്വന്തം പ്രവർത്തകരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുന്നത്, അതിന്റെ വലിയൊരു ഭാഗ്യം. എന്തായാലും നല്ല അടിപൊളി വെടുപ്പ് രാഷ്ട്രീയക്കാരിയാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. എന്തായാലും മഞ്ഞൾ ചേച്ചി, 25 ലാഖ് ചേച്ചി, അതൊക്കെ മാറി നിഴല് ചേച്ചിയായി. അത് കഴിഞ്ഞത് ഇപ്പൊ അതിലൊരു ചേച്ചിയായി. ഇനി ഞാൻ ഇടപെടുന്നില്ല, മുഴുവൻ കേട്ടിട്ട് പോയാ മതി. ഇങ്ങള് കേക്കി നിങ്ങൾ പോസ്റ്റ് ഇട്ടോ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ഈ പാർട്ടിക്കകത്ത് നിന്ന് നിങ്ങൾക്കെതിരെ ഞാൻ എന്തായാലും സ്റ്റേറ്റ് പ്രസിഡന്റ് പരാതി കൊടുക്കുന്നുണ്ട്. പൂന്തുറ ശ്രീകുമാറിന് ഇവിടെ 2-3 ഹരിനാരായണനും അതുപോലെ തന്നെ കണ്ണനും ഇവരും ഒക്കെ ആയിട്ട് ചേർന്ന് ആ അറുമുഖം എന്ന അശ്വതി അറുമുഖം ഇവരൊക്കെ കൂടെ ചേർന്ന് നല്ല മര്യാദയ്ക്ക് നല്ല വൃത്തിയായിട്ട് പ്രസംഗിച്ച് പറഞ്ഞ് സംസാരിച്ച് വന്ന എന്നെ ഒതുക്കിയത്. ഞാൻ വെളിയിലോട്ട് ശോഭ ആത്മാർത്ഥമായിട്ട് പറയാമെങ്കിൽ നിങ്ങൾക്ക് സ്നേഹം ഞാൻ ചോദിക്കട്ടെ, ഞാൻ അന്നും പറഞ്ഞു ശോഭ അവിടെ വന്നപ്പം ഇത് തന്നെയാണല്ലോ പാലക്കാട്ടും പറഞ്ഞത്, അടിച്ചു തൊളികളയുമെന്ന് എന്ന് ഞാൻ ചോദിക്കട്ടെ. ഇതൊക്കെ പറയാൻ എനിക്കും പറ്റും, പക്ഷെ പറഞ്ഞോട്ടെ അതിനെ എതിർക്കാനായിട്ട് എതിർക്കേണ്ട സമയത്ത് എതിർക്കേണ്ട പോലെ ഞാൻ ശോഭ മര്യാദയ്ക്ക് പറയണാണെങ്കിൽ എന്റെ കാര്യം കേൾക്കണം. അന്ന് അവിടെ വന്നപ്പോഴും ഞാൻ പറഞ്ഞു, ആ ഓഫീസിനകത്തിരിക്കുന്ന സെക്രട്ടറി എന്ന് പറയുന്ന കൊച്ചിനെ ആ ശ്രീകുട്ടൻ ആ കൊച്ചിനെ ഉപദ്രവിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു. ആ ഓഫീസിലെ ശ്രീകുട്ടൻ, അത് നിങ്ങൾക്കറിയാം, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പൂന്തുറ ആ കൊച്ചിനോട് പറഞ്ഞ എന്നാന്നോ, നീയും ഈ പാർട്ടി കാണത്തില്ലെന്ന്. ആലപ്പുഴ ജില്ലയിൽ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ഈ കവലയ്ക്കൽ വന്ന് രാത്രിയിൽ അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അഭിമാനമുണ്ടോ സ്ത്രീ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാമാന്യ മര്യാദ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചിട്ടല്ലേ സംസാരിക്കുക? ശോഭ ആലപ്പുഴയിലെ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോന്ന് ഇപ്പൊ കേക്ക്. ഇത് പറഞ്ഞവളാണെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കണ്ടേ ആലപ്പുഴയുടെ കാര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ ഇടപെട്ടെന്ന്? എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെട്ടുണ്ടോ? അപ്പൊ ഇത്തിരി ഉളുപ്പ്, ഇതൊക്കെ ജനങ്ങൾ കാണും കേൾക്കുന്നുള്ള കുറച്ച് ബോധം ഇതൊന്നുമില്ല. എന്തായാലും കൈക്കൂലി കൊടുത്ത് വോട്ട് വാങ്ങാനുള്ള ശ്രമം, അത് കഴിഞ്ഞ് ക്വാടികൾ കക്കുന്ന കഥ, അങ്ങനെ ഓരോന്നോരോന്നായിട്ട് BJP പ്രവർത്തകരുടെ ഓരോരോ സാധനങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ തന്നെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഇനി ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും ഇതൊന്നും മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങളായി നിങ്ങളുടെ പാടായി. ബാക്കി കേട്ടാട്ടെ. സോമന്റെ കൂടെ പോയി അവനും കെട്ടിപ്പിടിച്ച് കിടന്നിട്ട് നീ ആവശ്യമില്ലാതെ എനിക്ക് ഫേസ്ബുക്കിൽ എഴുതി വിട്. അപ്പൊ ശോഭ അവിടെ ഉണ്ടായിരുന്നോ? ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കിടന്നപ്പം ഇതാ ഞാൻ പറഞ്ഞത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് മര്യാദ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് മര്യാദക്ക് ചോദിക്കുമല്ലോ ഇപ്പൊ ചെയ്യുന്നത് നിങ്ങളും. അല്ല, അതില്ലാത്തത് ആരാണെന്ന് നാട്ടുകാർക്ക് മൊത്തം അറിയാം. അതില്ലാത്തത് ആർക്കാണെന്നും എനിക്കുണ്ടോന്നും എല്ലാം കൃത്യമായിട്ട് ജനങ്ങൾക്കറിയാം.
എന്തിനാ ഈ ആവശ്യമില്ലാതെ പറയുന്നത്? ശോഭ എന്നോട് വിളിച്ചിട്ട് ചേച്ചി എന്താ പ്രശ്നം എന്നല്ലല്ലോ ചോദിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റ് നിനക്കെതിരെ വ്യക്തിപരമായിട്ട് ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ പറയുന്നു എന്റെ പൊതുപ്രവർത്തനത്തിൽ ഇത്രയും ഡോറടക്കണം, ഇത്രയും വൃത്തികെട്ട രീതിയിൽ നാട്ടുകാരുടെ കൂടെ നിന്ന് നീ കളിച്ചിട്ടുണ്ടെങ്കിൽ നീ എഴുതിക്കൊന്നു. ഒരിക്കലും ഇല്ല, ഒരിക്കലും നാട്ടുകാരുടെ കൂടെ നിന്ന് കളിക്കത്തില്ല. അത്രയധികം മാനസിക ഈ ഇലക്ഷൻ സമയത്ത് എന്നെ ഒരു വാർഡിൽ പോലും പ്രവർത്തിക്കാൻ സമ്മതിക്കാതിരുന്നത് ഈ അരുൺ അനിരുദ്ധനും കൂടെ ചേർന്ന് ശോഭ ചെയ്തതാണ്. അതായത് അറിയാത്ത കാര്യത്തിന്റെ പേരിൽ നിങ്ങൾ എനിക്കെതിരെ ഇട്ട പോസ്റ്റിന് നിങ്ങൾ മാപ്പ് പറഞ്ഞതിൽ നിന്ന് ഞാൻ കോടതിയെ കയറ്റുന്ന കാര്യത്തിൽ ഒരു തർക്കം വേണ്ട. ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടിനേക്കാളും SDPയെക്കാളും ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടി എത്രയും വലിയ ഗുണ്ടകളെക്കാളും പിന്നെ നീയലടി ആലപ്പുഴയില് ഈ പണം കൊടുക്കാനുള്ള പെണ്ണിനെ ഇറക്കിയത്. ഞാൻ അറിയണ പെണ്ണാണോ അത്? ഏത് പണം കൊടുക്കാനുള്ള? ഇപ്പൊ ഈ കേസ് മുഴുവൻ ഉണ്ടാക്കിയത് നീ ഒറ്റ ഒരുത്തിയാ. കാരണം നീയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്, നീയാണ് അവളെ ഇവിടെ വിട്ടിട്ടുള്ളത്. എവിടെ വിട്ടിട്ടുള്ളത്? ആലപ്പുഴയെന്നുള്ള കാറിലല്ലടി അവള് വന്നത്. എവിടെ? എന്റെ ശോഭ, ഞാൻ അയച്ചുതരാം. ഇന്ന് ഞാൻ കോടതി കേട്ടിട്ടില്ലെങ്കിൽ ഈ ആവശ്യമില്ലാത്ത കാര്യം ഒന്നും പറയണ്ട ശോഭ. ഈ ശോഭ എന്നെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ശോഭ എന്നെ വിളിച്ച് ഇത്ര കോപത്തോടു കൂടി ചോദിക്കുന്നത് എന്തുകൊണ്ടാ? ശോഭയ്ക്ക് സങ്കടവും ദേഷ്യവും വന്നതുകൊണ്ടാ. അതേസമയം എന്നോട് സ്നേഹമായിട്ടാണോ ചോദിച്ചത്? ഇതുപോലെ എല്ലാവർക്കും വിഷമമുണ്ട്. ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടിനേക്കാളും SDPയെക്കാളും ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടി എത്രയും വലിയ ഗുണ്ടകളെക്കാളും പിന്നെ നീയലടി ആലപ്പുഴയില് ഈ പണം കൊടുക്കാനുള്ള പെണ്ണിനെ ഇറക്കിയത്. ഞാൻ അറിയണ പെണ്ണാണോ അത്? ഏത് പണം കൊടുക്കാനുള്ള? ഇപ്പൊ ഈ കേസ് മുഴുവൻ ഉണ്ടാക്കിയത് നീ ഒറ്റ ഒരുത്തിയാ. കാരണം നീയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്, നീയാണ് അവളെ ഇവിടെ വിട്ടിട്ടുള്ളത്. എവിടെ വിട്ടിട്ടുള്ളത്? ആലപ്പുഴയെന്നുള്ള കാറിലല്ലടി അവള് വന്നത്. എവിടെ? എന്റെ ശോഭ, ഞാൻ അയച്ചുതരാം. ഇന്ന് ഞാൻ കോടതി കേട്ടിട്ടില്ലെങ്കിൽ ഈ ആവശ്യമില്ലാത്ത കാര്യം ഒന്നും പറയണ്ട ശോഭ. ഈ ശോഭ എന്നെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ശോഭ എന്നെ വിളിച്ച് ഇത്ര കോപത്തോടു കൂടി ചോദിക്കുന്നത് എന്തുകൊണ്ടാ? ശോഭയ്ക്ക് സങ്കടവും ദേഷ്യവും വന്നതുകൊണ്ടാ. അതേസമയം എന്നോട് സ്നേഹമായിട്ടാണോ ചോദിച്ചത്? ഇതുപോലെ എല്ലാവർക്കും വിഷമമുണ്ട്. എന്തായാലും കേൾക്കാൻ നല്ല രസമുണ്ട് അല്ലേ? ഇവർ ഈ തമ്മിൽ കാണുമ്പോൾ, ഇവരുടെ തമ്മിത്തല്ല് കാണുമ്പോൾ തന്നെ എന്ത് രസാ. അതിനിടയിൽ നമ്മളെ കൈക്കൂലി കേസില്ലേ, ഈ വോട്ടർമാരെ പറ്റിക്കുന്ന പരിപാടി, അതിനിടയിലേ ആ ഒരു പയ്യൻ സംസാരിക്കുന്ന ആ ഒരു ഫോട്ടോ കട്ട് ചെയ്തിട്ട് കുറേ ചാണകങ്ങള് ആ ചെക്കൻ നടുവിരൽ കാണിച്ചതുപോലെ ആക്കിയിട്ട് എന്തൊക്കെ തെമ്മാടിത്തരം പറഞ്ഞ് നമ്മൾ കേട്ടു. ഇങ്ങനെയാണ് AI വെച്ചിട്ട് ഊളത്തരം കാണിക്കുന്ന കുറേ എണ്ണം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ശോഭ ചേച്ചിയുടെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടോ? അത് 25 ലക്ഷത്തിന്റെ പെർഫോമൻസ് ആണോ ഇഷ്ടപ്പെട്ടത്? ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വ്യക്തമാക്കുക കേട്ടോ. അപ്പൊ വീണ്ടും വരാൻ കേട്ടാ. അപ്പൊ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ വരാം, വീണ്ടും വരാം പുതിയ വാർത്താ വിശേഷങ്ങളുമായി. അതിലേക്ക് സന്ദീപ് പോൾ സൈനിങ് ഓഫ്.